വിഷമിക്കല്ലേ, ചേട്ടന് കുറച്ച് കഴിഞ്ഞ വരുമായിരിക്കോ. അമ്മ ഇപ്പൊ ഈ സിനിമ കാണാ, KGF. എന്റെ മോനെ എവിടെ പോയോ എന്തോ. നേരം കൊറേ ആയല്ലോ, ഇവൻ ഇന്നെങ്ങാനും വരുവോ? ബർത്ത്ഡേ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞു പോയതാ. ചേട്ടാ, ഹൃത്തിക്ക് അവിടെ ഉണ്ടോ? ഇല്ല. അയ്യോ, അവൻ എവിടെ പോയതാ? എനിക്കറിയില്ല. കേക്ക് തന്നിട്ട് അവൻ പോയതായിരുന്നു വൈകുന്നേരം. ഇതുവരെയായിട്ടും അവൻ വന്നിട്ടില്ല. ചേട്ടാ, വീട്ടിലൊന്നും എത്തിയില്ലല്ലോ. എനിക്കാണെങ്കിൽ പേടിയാവുക. പേടിക്കൊന്നും വേണ്ട, കൊച്ചു കുട്ടിയൊന്നല്ലല്ലോ, അവൻ വന്നോളൂ. എനിക്ക് അവൻ കൊച്ചുകുട്ടി തന്നെയാ. എന്തായാലും അവൻ അവിടേക്ക് വരികയാണെങ്കിൽ ഒന്ന് വിളിക്കണം കേട്ടോ. ശരി എന്നാ വെച്ചോ. ശരി. എന്താ അമ്മ പറഞ്ഞേ? അവൻ കടയിലൊന്നും എത്തിയിട്ടില്ലെന്നാ പറഞ്ഞേ. എവിടെ പോയവന്? അറിയത്തില്ല അച്ഛാ. സമയം വൈകുകയാണെങ്കിൽ അവൻ എന്തായാലും എന്നെ വിളിച്ചറിയിച്ചേനെ. പേടിക്കൊന്നും വേണ്ടാന്നേ, അവൻ ഇങ്ങ് വന്നോളൂ. ഹൃത്തികേ. അച്ഛാ, എന്താടാ നീ എവിടേക്ക് പോണേ? ഇത്ര നേരമായിട്ട് നിന്നെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നീ എവിടെയായിരുന്നു? ഒന്നുമില്ല, ഞാന് സൈക്കിൾ ഇവിടെ നിർത്തിച്ചു പോയതായിരുന്നു. തിരിച്ചു വരാൻ സൈക്കിൾ ഇല്ലായിരുന്നു, അതുകൊണ്ട് നടന്നു വന്നപ്പോ നേരം വൈകി. ഓ ശരി ശരി, അതൊന്നും കുഴപ്പമില്ല. ഫ്രണ്ട്സൊക്കെ എവിടെ? കേക്ക് മുറിക്കാൻ പറഞ്ഞിട്ട്. അത് പിന്നെ ഞാൻ അതച്ചാ, അവര് വേറെ കേക്ക് മുറിച്ചു. ഞങ്ങള് എല്ലാരും കൂടി, അതുകൊണ്ട് ഈ കേക്ക് ആവശ്യം വന്നില്ല. അപ്പൊ ഈ കേക്ക് ഇനി വേണ്ടല്ലോ? വേണ്ട. എന്നാലേ മോനെ കേക്ക് എടുക്ക്, നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാ. പോരെ. അച്ഛൻ നടന്നോ, ഞാൻ വരാം. സൈക്കിൾ ഇവിടെ നിർത്തി വെച്ചിട്ട് നീ പറഞ്ഞിട്ടുണ്ടല്ലോ. കേക്ക് എടുക്കാനാണോ ഇത്ര വലിയ സമയം? നീ കേക്ക് എടുത്തിട്ട് വന്നേ, നമുക്ക് അച്ഛന്റെ സ്കൂട്ടിയിൽ പോവാം. ബാ. അച്ഛൻ നടന്നോ, ഞാൻ വരാം. നിന്നെ കാണാതെ അമ്മയുടെ വിഷമിച്ചിരിക്കുന്നുണ്ട്, അത് നിനക്കറിയോ? അച്ഛാ അച്ഛാ അച്ഛാ, എനിക്ക് മനസ്സിലാവുണ്ട്. അച്ഛനൊന്ന് പോ, ഞാൻ വന്നോളാം. ശരിയെന്നാ. ഇത് രാവിലെ തുടങ്ങിയതാ, ഇതിനു വേണ്ടിയുള്ള ഓട്ടോ. പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു വന്നപ്പോ ലാസ്റ്റ് ഇങ്ങനായി. എനിക്ക് വേണ്ടിട്ട് ഞാൻ മേടിച്ച കേക്കായിരുന്നു ഇത്. ഹൃത്തിക്ക് എവിടെ പോയി? പേടിക്കൊന്നും വേണ്ടാന്നേ, കുറച്ച് സമയം കഴിഞ്ഞപ്പോ അവൻ വന്നിരുന്നു. എന്നിട്ട് ചേട്ടൻ എവിടെ? എന്നോട് പോവാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് ശേഷം അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊന്ന് പണിയെ കാണിച്ച് അവനെ കൂടി വന്നാ പോരായിരുന്നോ? എന്തിനെങ്ങനെ പേടിക്കുന്നേ? അവര് വേറെ എവിടെ വെച്ചിട്ട് കേക്ക് മുറിച്ചെന്നാ പറഞ്ഞേ. അതുകൊണ്ട് അവൻ വാങ്ങി വെച്ച കേക്ക് വേണ്ടി വന്നില്ല. അപ്പൊ കേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരും. പേടിക്കണ്ട. ഹാവ്, എന്തോന്ന് ഹാവുന്ന് മിണ്ടാതിരിക്കവിടെ. അവൻ എന്നിട്ട് എന്തിനാ ബാക്കറിയിൽ നിൽക്കുന്ന വെറുതെ? ഇങ്ങോട്ടങ്ങ് പോന്നൂടെ? എനിക്കൊന്നും അറിയാൻ പാടില്ല. അവൻ പറഞ്ഞു ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനങ്ങ് വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവന്റെ അടുത്ത് സൈക്കിൾ ഉണ്ടല്ലോ, പെട്ടെന്ന് എത്തിക്കോളൂ. സൈക്കിളോ? ആരുടെ സൈക്കിള്? നമ്മുടെ അയൽവാസിയില്ലേ മനു, അവന്റെ അടുത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു സൈക്കിള്. ഇതൊക്കെ എന്തിനാ ഇപ്പോ? എനിക്കൊന്നും അറിയാൻ പാടില്ല. ദേ അവൻ എത്തി. എന്താടാ, പാന്റൊക്കെ കീറിയിട്ടുണ്ടല്ലോ. വരുന്ന വഴിക്ക് ഒന്ന് വീണു. എന്റെ ദൈവമേ, എന്തെങ്കിലും പറ്റിയോ? ഇല്ലമ്മേ, കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. ഇതമ്മേ ബാക്കി പൈസ, ഇതാ കേക്ക്. അച്ഛൻ പറഞ്ഞു ഇങ്ങോട്ട് തന്നേക്ക്. എന്താടാ മുഖത്തൊരു ക്ഷീണം പോലെ? എനിക്കോ? എനിക്കെന്ത് ക്ഷീണം? ഞാന് ഓക്കെയാണ്. അവൻക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയണ, കാരണം മുഖം വല്ലാതിരിക്കണ്ട്. അവനെ ആശിച്ചു മോഹിച്ചും വാങ്ങി കേക്കല്ലായിരുന്നോ? അത് ചിലപ്പോ ഫ്രണ്ട്സിന് കൊടുക്കാത്തതിന്റെ വല്ല വിഷമായിരിക്കും. അതായിരിക്കും. ആ കേക്ക് മുഴുവൻ അവൻ കഴിക്കുമ്പോഴേക്കും പെട്ടെന്ന് എടുത്തു വെക്ക. ശരി. റീന എന്തിനാണ് എനിക്ക് ഈ ബുക്ക് മാർക്കൊക്കെ തന്നത്? എല്ലാം വെറുതെ ആയിരുന്നല്ലേ? ഞാൻ വിചാരിച്ചു അവൾക്ക് എന്നോട് ഇഷ്ടമെന്ന്. റാം സ്നേഹിക്കുന്ന മുന്നേ ഞാൻ സ്നേഹിച്ചത് അവളെ. പക്ഷെ പറയണായിരുന്നു. പണ്ടവള് ട്യൂഷനിൽ പഠിക്കുമ്പോഴാ ഞാൻ ആദ്യമായിട്ട് കാണുന്നേ. ഒന്നുമില്ല. ഇതാ കേക്ക്. നീ എന്താണ് ഒരുമാതിരി കേക്കൊക്കെ തന്നിട്ട് നീ അങ്ങ് ഇവിടെ ഇരിക്കുന്ന? ഇങ്ങനെയല്ലല്ലോ. കേക്കിന്റെ ഒരു പീസ് കഴിക്കാതെ നീ എവിടേക്കും പോകത്തില്ലെന്ന് അമ്മയ്ക്കറിയാം. പോകട്ടെടാ, അതൊന്നും കുഴപ്പമില്ല. എനിക്കറിയാം മോൻ അത്രത്തോളം സന്തോഷത്തോട് കൂടിയിട്ട് മേടിച്ചിട്ടുള്ള കേക്കല്ലായിരുന്നോ? അതൊന്നും കുഴപ്പമില്ല കേട്ടോ. മോൻ അതോർത്ത് വിഷമിക്കണ്ട. ഈ ചെറിയ പ്രായത്തിലേ ഇത്തരം പേടിയൊന്നും വേണ്ട. അതെ. ഈ കേക്ക് കഴിക്കൂട്ടോ. എനിക്ക് വേണ്ട. വെറുതെ വാശി പിടിക്കല്ലേ, കേക്ക് കഴിക്കുക. ഞാൻ കേക്ക് കഴിച്ചതാ അവിടുന്ന്.
വയറ് നിറഞ്ഞിട്ടുണ്ട്. ഒരു പീസ് കഴിക്കടാ, വിഷം അങ്ങ് മാറട്ടെ. കഴിക്കണേട്ടോ. അവള് എന്റേതാ, എനിക്ക് മാത്രം അവള്. ബട്ട് റാമിന്റെ ഫ്രണ്ടും കൂടിയാ. ഇനി ചെയ്യേണ്ടത് റാമിന് ഒരിക്കലും തോന്നരുത് ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഒരിക്കലും തോന്നരുത് വെച്ചാല് ഒരിക്കലും തോന്നാൻ പാടില്ല. The next day. രാവിലെ മുതൽ നല്ല മഴക്കാറുണ്ടടാ, കൊട കൊണ്ടേക്കോ. എന്റെ പൊന്നമ്മേ, അല്ലെങ്കിലേ ഒരു ലോഡ് ബുക്സാ ഉള്ളത്. അതിന്റെ ഇടയിൽ കൂടെ ഈ കൊടയും കൂടി വേണ്ട. വലിയ മഴയൊന്നും ഉണ്ടാവൂല. നിന്റെ ഇഷ്ടം, കൊട കൊണ്ടേ നിനക്ക് അത്ര നല്ലത്. ഒന്ന് പോ അമ്മ എവിടുന്ന്. മഴ വരുമ്പോ താനെ അമ്മയെ ഓർത്തോളൂ. അമ്മ അപ്പോഴേ പറഞ്ഞതാ കൊട എടുക്കാനായിട്ട്. എന്തൊരു മഴയാ ഇത്, എന്റെ ദൈവമേ. ഹൃതിക്, റീനയോ? കൊട വേണോ? വേണ്ട വേണ്ട, ഇത്രയും നനഞ്ഞല്ലോ, ഇനിയിപ്പോ എന്താ? ചുമ്മാ ജാട കാണിക്കല്ലേ, കൊടയിൽ കേറിക്കോ. നിക്കല്ല ആരെങ്കിലും കണ്ട പേടി? അത് ചുമ്മാ നിന്നെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാ. ഞാൻ വിചാരിച്ചു നിനക്ക് എന്നെ ഇഷ്ടമെന്ന്. അതൊക്കെ വെറും തോന്നലായിരുന്നെന്ന് ഇന്നലെ രാത്രി മനസ്സിലായേ. സോറി ഹൃതിക്. ശരി. ഞാന് നിന്നെ കുറിച്ച് ഒരുപാട് ആലോചിച്ചിരുന്നു. എന്നെ കുറിച്ചോ? ഞാൻ നിന്നെ വെറുതെ തെറ്റിദ്ധരിച്ചല്ലോ വിചാരിച്ചിട്ട്. അപ്പൊ എന്നെ കുറിച്ച് നീ ആലോചിക്കാറുണ്ട്? ഞാൻ ഇന്നലെ മാത്രമേ ആലോചിച്ചുള്ളൂ. അപ്പൊ ഇനി എന്നാ ആലോചിക്കാലോ? ഹൃതിക്ക് വല്ലാതെ ഓവറായല്ലേ? ഞാനാണോ ഓവറായത്? ഞാനും മഴ നനഞ്ഞോട്ടെ വിചാരിച്ചൂടായിരുന്നോ നിനക്ക്? എനിക്കറിയാം മോളെ. എന്ത്? എനിക്കിപ്പോ മഴ കൊള്ളുകയാണെങ്കിൽ പനി പിടിക്കും. അപ്പൊ ഞാൻ നാളെ ക്ലാസ് വരൂല. അതിനെന്താ, അതൊക്കെ നിനക്ക് ആലോചിക്കാവുന്നല്ലേ. നീ മഴ കൊണ്ടുപോയാ മതി. മഴ കൊള്ളല്ലേ, പാവില്ലതൊക്കെ വിചാരിച്ചു നോക്കിയപ്പോ അവന്റെ ഒലക്കുള്ള ഡയലോഗ്. സ്കൂളെത്തിയല്ലോ, ഇനി അങ്ങ് കുറച്ച് നടക്കാനല്ലുള്ളൂ. നടന്നോ. ഇവൻ ഒരിക്കലും നന്നാവത്തില്ല. 1 hour later. ഒരു ഹെൽപ്പ് ചെയ്യോ? എന്താ? നീ വാതിൽക്കല് നിക്കുവോ? അതെന്തിനാ? റീനയായിട്ട് സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ടാലോ? നീ ഒന്ന് ഇവിടെ നിന്നാ മതി. ആരെങ്കിലും വരികയാണെങ്കിൽ ഒന്ന് പറഞ്ഞാ മതി. ഓക്കെ, ശരി. അവരെന്ത് പറഞ്ഞു? അവൻ അവിടെ നിന്നോളൂ. എനിക്ക് അവനെ ഒട്ടും ഇഷ്ടമല്ല. അവൻ ഇപ്പോഴും എന്റെ പിറകെ തന്നെയാണ്. അവൻക്ക് ഏതോ ഒരു പെണ്ണിനെ ഇഷ്ടമാണെന്നൊക്കെ നിന്നോട് ഇന്നലെ പറഞ്ഞില്ലേ? അതൊക്കെ വെറുതെ കള്ളം പറയുന്നാവും. ദേ പ്ലീസ്, അവനിപ്പോ അവിടെ നിന്നോണ്ടാ നമുക്കിപ്പോ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റുന്നേ. അത് ശരിയാ. പിന്നെന്താ, വെറുതെ വഴക്ക് കൂടല്ലേ.